നിങ്ങൾക്ക് എക്സാക്ട് ആയിട്ട് അത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എക്സാം ടൈമിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടി വന്നു. പ്രോപ്പർ ആയിട്ടുള്ള പ്രിപ്പറേഷൻസും പ്രോപ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നന്ദന ബിനോദ്, സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻറ്റ്, നെയിം സ്റ്റഡി. അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചെയ്ത മിസ്റ്റേക്സും അതെങ്ങനെയാണ് ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഒഴിവാക്കിയതെന്നുമായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ എൻ്റെ പ്രാക്ടീസ് ടെസ്റ്റുകളിൽ വരുത്തിയിരുന്ന ഒരു മിസ്റ്റേക്കിനെ പറ്റിയായിരിക്കും പറയാൻ പോകുന്നത്. ഞാൻ ഒരു നീറ്റ് എക്സാം പോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ ഫേസ് ചെയ്യാൻ മാത്രം മോക്ക് ടെസ്റ്റുകൾ എഴുതിയിരുന്നില്ല. ഇനി എഴുതിയിരുന്ന മോക്ക് ടെസ്റ്റുകൾ തന്നെ മിസ്റ്റേക്സിനെ അനലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതൊരു ബുക്കിലേക്ക് എഴുതാനോ ഒന്നും തന്നെ എനിക്ക് പറ്റിയിരുന്നില്ല. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് മിസ്റ്റേക്ക്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, നീറ്റ് പോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ, നമ്മൾ അതിനെ ഒരു ക്വസ്റ്റ്യനിലേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അടുത്തതായിട്ട് ഞാൻ എൻ്റെ റിവിഷൻ സ്ട്രാറ്റജിയിൽ വരുത്തിയ ഒരു മിസ്റ്റേക്കിനെ പറ്റിയായിരിക്കും പറയാൻ പോകുന്നത്. അപ്പോൾ പ്രോപ്പർ ആയിട്ട് എനിക്കൊരു റിവിഷൻ ഷെഡ്യൂൾ ഉണ്ടായിരുന്നില്ല എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ. ഞാൻ പുതിയ ടോപ്പിക്സ് പഠിച്ചുകൊണ്ടേയിരുന്നു. അതായത് നീറ്റ് എക്സാമിൻ്റെ തലേദിവസം വരെ റിവൈസ് ചെയ്യുന്നതിന് പകരം ഞാൻ വലിയ വലിയ ബുക്കുകൾ എടുത്ത് പുതിയ ടോപ്പിക്സ് പഠിച്ചുകൊണ്ടിരുന്നു. അതൊരു വലിയ മിസ്റ്റേക്ക് ആയിരുന്നു എൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ബയോളജി പഠിക്കുന്നതിൽ വരുത്തിയ ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഞാൻ ഇനീഷ്യലി NCERT ഫോക്കസ് ചെയ്യുന്നതിന് പകരം ചില ഗൈഡുകൾ റെഫർ ചെയ്യാൻ തുടങ്ങി. അതായത് ഗൈഡുകളിലെ സമ്മറി വായിക്കുക, അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസിൽ റെഫർ ചെയ്ത് ആ ഗൈഡുകളെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ എനിക്ക് പറ്റിപ്പോയെന്ന് വെച്ചാൽ, ചില ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ NCERT നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും ചില പ്രത്യേക ഗൈഡുകളിലുള്ളത്. അപ്പോൾ എനിക്ക് എക്സാം ടൈമിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടി വന്നു. ഈ ഗൈഡുകളിൽ കൊടുത്തിരുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഓർത്തെടുക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കി എനിക്ക്. പിന്നെ ഞാൻ വിചാരിച്ചു ബയോളജി ഈസി ആയിരിക്കും. അതായത് ബയോളജി ക്വസ്റ്റ്യൻസിലെ ഓപ്ഷൻസ് കാണുമ്പോഴത്തേക്കിന് എനിക്ക് ഗസ് ചെയ്യാൻ പറ്റും എന്നൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ബയോളജിയിലെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി കൺഫ്യൂസിങ് ആയിരിക്കും. നിങ്ങൾക്ക് എക്സാക്ട് ആയിട്ട് അത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഞാൻ റിയലൈസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഇതെൻ്റെ മറ്റൊരു മിസ്റ്റേക്ക് ആയിരുന്നു. അടുത്തതായിട്ട് എനിക്ക് ടൈം മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. അപ്പം ഞാൻ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിരുന്നെങ്കിൽ പോലും ഞാനൊരു ടൈമർ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ശ്രമിച്ചിരുന്നില്ല. അപ്പോൾ എനിക്കുണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എക്സാമിന് എനിക്ക് ടൈം കിട്ടാതായിട്ട് വന്നു. അതായത് ഇപ്പോൾ ഫിസിക്സ് പോലുള്ള ഇതിൽ നമുക്ക് തികയാതെ വന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്റ്റലിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഒരു ടൈമർ വെച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും വീണ്ടും അതിനെ ഈ ടൈമർ വെച്ചിട്ട് ഒന്നും കൂടെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അടുത്തായിട്ട് എനിക്ക് ഡൗട്ട്സിനെ പറ്റിയാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിൽ ഞാൻ ഓൺ ടൈം ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്തിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി കൂട്ടി വയ്ക്കുന്ന ഒരു ടെൻഡൻസി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വിചാരിക്കാൻ, നമുക്കൊരു ചെറിയ ഡൗട്ട് ഒരു 2 months കഴിയുമ്പോൾ അതൊരു വലിയ ഡൗട്ടായി മാറും. എക്സാമിന് ആ ഒരു എൻറ്റയർ കോൺസെപ്റ്റേ നമുക്ക് അറിയത്തില്ലാത്ത രീതിയിലേക്ക് അത് എത്തിച്ചേരും. അതുകൊണ്ട് ഡൗട്ട്സ് എല്ലാം അപ്പം ക്ലിയർ ചെയ്യുക. ഇപ്പം ഞാൻ എൻ്റെ മിസ്റ്റേക്സ് ഒക്കെ പറഞ്ഞു. അതായത് മര്യാദയ്ക്ക് നോട്ട്സ് എഴുതണം, ആവശ്യത്തിന് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. പക്ഷെ എങ്ങനെയെങ്കിലും പഠിച്ച് നോട്ട്സ് എഴുതി ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഒക്കെ അറ്റൻഡ് ചെയ്തെന്ന് വെച്ചിട്ട് അത് പ്രോപ്പർ ആവുമോ? അതായത് പ്രോപ്പർ ആയിട്ടുള്ള പ്രിപ്പറേഷൻസും പ്രോപ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? അതായത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ലെക്ചർ വീഡിയോ കണ്ടു, നിങ്ങൾ അന്ന് തന്നെ അതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് അന്ന് തന്നെ ചെയ്യുന്നു. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേനും വെറുതെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ല ചെയ്യേണ്ടത്. അതായത് നീറ്റ് മോഡൽ NTA പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് വേണം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളത് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. നീറ്റിന് വേണ്ടിയിട്ട് പഠിക്കുന്ന ഇപ്പം നിങ്ങൾ എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾ സെൽഫ് സ്റ്റഡി ആയിക്കോട്ടെ, നിങ്ങൾ ഓൺലൈൻ കോച്ചിങ് ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഡേ സ്കോളറായിട്ട് പോയി വരുന്നവരായിക്കോട്ടെ, നിങ്ങൾ റെസിഡൻഷ്യൽ ബാച്ച് ആയിക്കോട്ടെ, നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവരായിക്കോട്ടെ, എന്തായാലും ഇത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കറക്റ്റ് രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ആപ്പ് ഞാൻ ഈ റീസെൻ്റ് ആയിട്ട് കാണാനുണ്ടായി. അത് മെമോനീറ്റ് ആപ്പാണ്. മെമോനീറ്റ് ആപ്പിലെ ഷാർട്സിൽ 45,000+ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിച്ച് മീൻസ് എവറി പോസിബിൾ ടൈപ്പ് ഓഫ് NTA ക്വസ്റ്റ്യൻസ്. അതും കംപ്ലീറ്റ്ലി NCERT ബേസ്ഡ്. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ NCERTയിൽ ഇൻസൈഡ് ഔട്ട്സൈഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പർലി കവർ ചെയ്ത് അതുപോലെ തന്നെ പ്രോപ്പർലി അറേഞ്ച്ഡ് ആയിട്ടാണ് ഈ ആപ്പിലുള്ളത്. അതുപോലെ തന്നെ ഇവരെ എടുത്ത് പറയേണ്ട കാര്യം വെച്ചാൽ ഇവരുടെ റിവിഷൻ. അതായത് ഈ ആപ്പിലെ ന്യൂറോൺസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിങ്ങൾക്കായിട്ട് പേഴ്സണലൈസ്ഡ് റിവിഷൻ ഷെഡ്യൂൾ അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ഓരോ ക്വസ്റ്റ്യൻസും 7 ലെവൽസിൽ കൂടി പാസ് ചെയ്തായിരിക്കും പോകുന്നത്, വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ഹ്യൂമൻ ഫൊഗറ്റിംഗ് കർവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു എക്സാമിന് ഇരിക്കുമ്പോഴത്തേനും ഇവരുടെ ഈ ടെസ്റ്റ് സീരീസിൽ കൂടെ ചെയ്ത ക്വസ്റ്റ്യൻസ് മറന്നു പോവുക എന്ന് പറയുന്നത് ദ ചാൻസസ് വിൽ ബി വെരി ലോ. ആൻഡ് ഇതിൽ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്, യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്, ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. സോ ഓൾ ദ ടൈം, അതായത് നിങ്ങൾക്ക് എങ്ങനെ വേണം എന്നുള്ള ആ രീതിയിൽ നിങ്ങൾക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ നിങ്ങൾക്കറിയാം കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഗൈഡൊക്കെ ഏതാ യൂസ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം രാദർ ദാൻ ബൈയിങ് എ ഗൈഡ് നിങ്ങൾക്ക് 3 സബ്ജക്റ്റിന് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും ഈ ആപ്പ്. അതുപോലെ തന്നെ ഇതെല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മോഡിലായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മിസ്റ്റേക്സിനെ അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻഡെപ്ത് ടൈം അനാലിസിസും നിങ്ങൾക്ക് ഈ ആപ്പിലൂടെ ചെയ്യാൻ പറ്റും. പിന്നെ ഇവരുടെ ബ്രഹ്മാസ്ത്ര ടെസ്റ്റ് സീരീസ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. റീനീറ്റ് 2026 94% ഓഫ് ക്വസ്റ്റ്യൻസും മെമോനീറ്റിലെ ഈ ബ്രഹ്മാസ്ത്ര ടെസ്റ്റ് സീരീസിൽ നിന്നായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ ഇവരുടെ ആപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രൂഫ് എല്ലാം തന്നെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഞാൻ ഇവരുടെ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിലെ ഷാർട്സും അതുപോലെ ന്യൂറോൺസും ഒക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഫസ്റ്റ് 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത് ഇസ് കംപ്ലീറ്റ്ലി ഫ്രീ. സോ നിങ്ങളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇവരുടെ 680+ ടാർഗറ്റ് പ്ലാൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. which will be very useful for you guys. ഈ വരുന്ന ജൂലൈ 11നും 12നും ഇവരെ ഗ്രാൻഡ് റീസ്റ്റാർട്ട് സെയിൽ നടക്കുകയാണ്. അപ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നന്ദന 20 എന്ന കോഡ് യൂസ് ചെയ്ത് ഇവരെ പ്ലാൻ അവൈൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഡിസ്കൗണ്ടും കിട്ടും. ആൻഡ് ഞാനിപ്പോൾ പറഞ്ഞ മിസ്റ്റേക്സ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെഡിക്കൽ കോളേജിൽ തന്നെ എത്തിച്ചേരട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.